ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു. 27-ന് ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ആൻഡമാൻ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകും. ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായും 27-ന് പുലർച്ചെയോടെ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാറ്റിന് തായ്ലൻഡ് നിർദ്ദേശിച്ച മൊൻത എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. തായ് ഭാഷയിൽ അതിമനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് അർത്ഥം. ചെന്നൈ നഗരത്തിലും അയൽ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 27-ന് ചെന്നൈ, തിരുവള്ളൂർ, റാണിപ്പെട്ട് എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 12 മുതൽ 20 സെന്റിമീറ്റർ വരെ കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം. വെള്ളിയാഴ്ച നഗരത്തിൽ മേഘാവൃതമായ കാലാവസ്ഥയും ഇടയ്ക്കിടെ ചാറ്റൽ മഴയും അനുഭവപ്പെട്ടു. കടലൂർ, വില്ലുപുരം, ചെങ്കൽപ്പേട്ട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ കനത്ത മഴ ആരംഭിച്ച് പിന്നീട് ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ, റാണിപ്പെട്ട് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഒക്ടോബർ 27-ന് ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, വെല്ലൂർ എന്നിവിടങ്ങളിൽ കനത്ത മഴ ലഭിച്ചേക്കാം. ചെന്നൈയിലും ശക്തമായ മഴ പെയ്തേക്കാം. ഒക്ടോബർ 28-ന് മഴ കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. തിരുവള്ളൂരിലും റാണിപ്പേട്ടിലും മാത്രമേ കനത്ത മഴ ലഭിക്കൂ. ചെന്നൈയിലും പ്രാന്തപ്രദേശങ്ങളിലും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായോ ആയ മഴ ലഭിക്കും. ചുഴലിക്കാറ്റ് കടലിന് മുകളിലൂടെ വടക്കോട്ട് നീങ്ങിയാൽ ചെന്നൈ നഗരത്തിൽ ശക്തമായ മഴ ലഭിക്കില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. തമിഴ്നാട് തീരത്ത് നിന്ന് കൂടുതൽ അകന്നുപോയാൽ ചെന്നൈയിൽ മിതമായ മഴ മാത്രമേ ലഭിക്കൂ. ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലേക്ക് നീങ്ങുന്നതിനാൽ സംസ്ഥാനത്ത് വ്യാപക മഴ ലഭിക്കില്ല. കേരളം, കന്യാകുമാരി, നീലഗിരി എന്നിവിടങ്ങളിൽ കുറച്ച് മഴ ലഭിച്ചേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. മധ്യ കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന കർണാടക, വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്കും മേൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴി അറബിക്കടൽ തീവ്ര ന്യൂനമർദ്ദമായി ചേർന്നു. അറബിക്കടലിലെ ന്യൂനമർദ്ദം കാരണം തുലാവർഷത്തിലെ ഇടിവെട്ട് മഴ കാലവർഷ മഴയായി മാറിയ നിലയിലാണ്. കേരളത്തിൽ മഴ ശക്തമായി തുടരും. അടുത്ത 5 ദിവസം നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഒക്ടോബർ 28 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ടാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. കേരള തീരത്ത് ഞായറാഴ്ചയും മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.4 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 28 വരെ മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്തും അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങളിലും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്.